അസ്സലാമലൈക്കും ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ചേന കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി നോക്കിയാലോ. ചോറ്, ചപ്പാത്തി, പൊറാട്ട തുടങ്ങി ഏത് വിഭവത്തിന്റെ കൂടെയും നല്ലൊരു കറിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. നാവിൽ കൊതിയൂറുന്ന ഈ ചേനക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 400 ഗ്രാമോളം ചേന നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, ഒരൽപ്പം കറിവേപ്പില, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 250 ml കപ്പിൽ 1/4 കപ്പ് വെള്ളം എന്നിവ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റി ഫ്ലെയിം ഓണാക്കി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 6 മിനിറ്റ് വേവിക്കാം. 6 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കി നന്നായി ഒന്ന് ഇളക്കി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം ഇത്രയും വറ്റി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടച്ചു വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 3 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, 2 കറിവേപ്പിലയുടെ അല്ലി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവയൊന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നിച്ച് ചതച്ചെടുത്താൽ മതി. 2 തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരിഞ്ഞിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും ഒരൽപ്പം കറിവേപ്പിലയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴണ്ടി വന്നാൽ അതിലേക്ക് ചതച്ചു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ച തക്കാളി ഒഴിച്ചു കൊടുക്കാം. തക്കാളി അരച്ചെടുത്തതിനാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. എന്നാലും നമുക്ക് അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ച ചേന കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് എത്രത്തോളം കറി ആവശ്യമുണ്ടോ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ച ശേഷം ചേന കഷ്ണങ്ങളിൽ മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടി നമുക്കിത് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് അല്പം പെരുംജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് കൂടി നമുക്കിത് വേവിക്കാം. അല്പം കറിവേപ്പില ചേർത്ത് ഇതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്ക് തൂവിക്കൊടുക്കാം. നമ്മുടെ ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇറച്ചിക്കറിയേക്കാൾ ടേസ്റ്റുള്ള ഈ ചേനക്കറി നമുക്ക് അല്പം തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. ഇരിക്കും തോറും ഇതിൻ്റെ രുചി കൂടി വരികയേ ഉള്ളൂ. വെജിറ്റബിൾ കറി കഴിക്കാത്ത കുട്ടികൾ പോലും വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഈ കറി ചപ്പാത്തിയുടെയും ചോറിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ നമുക്ക് കറിയായി ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമാകും. ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.